ഹായ് ഹലോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അമ്മമാർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. കുഞ്ഞുമക്കൾക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഫുഡായി കൊടുക്കുക എന്നുള്ളത്. ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സിൻ്റെ പ്യൂരീസാണ്. 6 months തൊട്ട് 9 months വരെ കൊടുക്കാൻ പറ്റുന്ന 6 ഫ്രൂട്ട്സ് പ്യൂരീസാണ്. എല്ലാ സീസണലും ആണ്. പിന്നെ അതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ആയിരിക്കും. അതിൻ്റെ വീഡിയോസാണ് കാണിക്കാൻ പോകുന്നത്. വീക്ക്ലി ഒരു 2-3 times കൊടുക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ കൂടെ പറയാം. പിന്നെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ട്. ഈ ചെക്കനോട് മിണ്ടാണ്ടിരിക്കാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഭയങ്കര നോയ്സ് കേൾക്കുന്നുണ്ട്. ഫാതിലടച്ച് ഫാൻ ഓഫ് ചെയ്തിട്ട് എടുക്കുമ്പോഴും ഭയങ്കര സ്വെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സോ എല്ലാവർക്കും അതൊരു യൂസ്ഫുൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ടുള്ള അമ്മമാർക്കും പാരൻസിനും ഒക്കെ അയച്ചു കൊടുക്കാനും പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എനിക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ഒരു 6 ഫ്രൂട്ട്സ് പ്യൂരീസാണ് കേട്ടോ. ഇത് 6 to 9 months എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 6 ഫ്രൂട്ട്സ് പ്യൂരീസാണ്. ആദ്യമായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ആപ്പിളാണ്. വെരി സിമ്പിളാണ്. നമ്മൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആപ്പിൾ കട്ട് ചെയ്യുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്യുക, ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രോസസ്സ്. ഒരു ടിപ്പും കൂടെ പറയാനുണ്ട്. കുറേ പേര് വന്നിട്ട് ആപ്പിൾ സ്റ്റീം ചെയ്യാറുണ്ട്. ഇനീഷ്യലി ഞാനും സ്റ്റീം ചെയ്തിരുന്നു. പിന്നെ ആസ് പെർ ഡോക്ടർ പറയുന്നത് ഫ്രൂട്ട്സ് ഒരിക്കലും സ്റ്റീം ചെയ്യരുതെന്നാണ്. അതിനുള്ള വിറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവൾക്ക് സ്റ്റീം ചെയ്യാതെ തന്നെയാണ് ആപ്പിൾ പ്യൂരി അടിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫുഡാണ്. ഈസി ടു മേക്ക് ആണ്. 6 മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡ് തന്നെയാണ് ഈ ആപ്പിൾ പ്യൂരി എന്ന് പറയുന്നത്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഈസിയാണ്. ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഈസി ആയിട്ട് ഒരു ആപ്പിൾ വരെ കുഞ്ഞുമക്കളൊക്കെ കഴിക്കും. ഇതിൽ വിറ്റമിൻ എ, ബി, സി, കെ, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ്. ഫിറ്റ്സ് ഞാൻ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു സീസണൽ ഫ്രൂട്ടാണ് കേട്ടോ. മസ്ക് മെല്ലനാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഡീഹൈഡ്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. സമ്മറിലൊക്കെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് സ്റ്റീം ചെയ്യുകയോ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് കട്ട് ചെയ്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ഇതൊരു ചെറിയൊരു പീസ് എടുത്ത് കട്ട് ചെയ്താൽ തന്നെ നല്ലൊരു മധുരമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ മസ്ക് മെലൻ അവൈലബിൾ ആണ്. എനിക്ക് കിട്ടിയത് യെല്ലോ ആയിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മസ്ക് മെലൻ കൊടുത്തപ്പോൾ. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഡീഹൈഡ്രേഷനും അതേപോലെ തന്നെ സ്കിൻ കളറിനും ഒക്കെ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. അവക്കാഡോ, പ്രോട്ടീൻ റിച്ചിൻ്റെ കലവറയായിട്ടുള്ള അവക്കാഡോ വന്നിട്ട് ഒരു സീസണൽ ഫ്രൂട്ട് തന്നെയാണ്. സമ്മറിൻ്റെ തുടക്കത്തോടെ എത്തുമ്പോഴേക്കും ഇത് വന്നിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാറുണ്ട് ഓൾമോസ്റ്റ്. നല്ല ഒരു ബനാനയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ, ആപ്പിൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഈ അവക്കാഡോ ഇഷ്ടമാവും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൈൻഡ് ചെയ്യൊന്നും ആവശ്യമില്ല, സ്മാഷ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ ഫോർക്ക് വെച്ചിട്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വന്നിട്ട് അവക്കാഡോയുടെ കൂടെ വന്നിട്ട് ബനാനയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. 4 ബനാന അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഡെയിലി കഴിക്കുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഡെയിലി റാഗിയോ വല്ലതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും അവൾ ബനാന കഴിക്കും. ബനാനയിൽ വിറ്റമിൻ എ, സി, അതേപോലെ വെയിറ്റ് ഗെയിനിന് സഹായിക്കും, ഡൈജഷന് സഹായിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ്സ് ഞാൻ സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പപ്പായ വന്നിട്ട് കളർ വയ്ക്കാനും അതേപോലെ തന്നെ ഡൈജഷനും വിറ്റമിൻ എ, കെ, സി, വെയിറ്റ് ഗെയിനിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. വീക്ക്ലി വൺസ് പപ്പായ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവർക്ക് ഡൈജഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനൊക്കെ സിമ്പിൾ തന്നെയാണ്. കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ സ്മാഷ് ചെയ്യുക എന്നുള്ളത് രീതിയാണ്. എല്ലാം 6 to 9 months കൊടുക്കാൻ പറ്റുന്ന, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ഐറ്റംസാണ് ഞാനിവിടെ കാണിക്കുന്നത്. കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് മറക്കരുത്. ഒരു നേരം ഒരു ഫ്രൂട്ടെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം.
അടുത്തത് ഒരു സീസണൽ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ വാട്ടർമെലൺ എന്നുള്ളത്. സമ്മറിൽ വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫ്രൂട്ട് തന്നെയാണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്. ആർക്കും ഒരുപാട് ഇഷ്ടമാവും. വാട്ടർമെലണിൽ വന്നിട്ട് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് ഡീഹൈഡ്രേഷനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വലിയവർക്കായാലും ചെറിയവർക്കായാലും കുട്ടികൾക്ക് ഏറ്റവും കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവർക്ക് വന്നിട്ട് ജ്യൂസായി കൊടുക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമാണ്. കുറച്ച് വാട്ടറി ആയിരിക്കും ഇത് വന്നിട്ട്, കാരണം പ്യൂരി ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസിയിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങളത് ബോട്ടിലിലോ അല്ലെങ്കിൽ വന്നിട്ട് കുട്ടികൾക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാൻ കൊടുക്കാം. ഈസി ടു ഡൈജസ്റ്റ് ആണ് ഇത്. വീട്ടിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഈ സമ്മറിൽ അവർക്ക് കൊടുക്കാതിരിക്കരുത്. ഈ വാട്ടർമെലൺ എന്ന് പറയുന്നത് വിറ്റമിൻ എ ആൻഡ് സി ഒക്കെ ഉള്ളതാണ്. എല്ലാത്തിൻ്റെയും ബെനിഫിറ്റ്സ് ഞാൻ സൈഡിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ഒരു ഈ സീസണലും മിക്സ്ഡും ഉള്ള പ്യൂരീസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടമാവും. ഈ പ്യൂരീസൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ കാണിച്ച ഫ്രൂട്ട് പ്യൂരീസൊക്കെ വന്നിട്ട് എൻ്റെ മോള് അപ്രൂവ് ചെയ്ത ഫ്രൂട്ട് പ്യൂരീസാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം, യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക.